ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വിജയ് ക്രിസ്. അപ്പം ഞാൻ ഇന്ന് വന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കസേര ഉണ്ടല്ലോ, കുറേ നാളായിട്ട് ഈ കസേരയ്ക്കകത്താണ് ഇരിക്കുന്നത്. ആട്ടമൊക്കെ ഉണ്ട്, ഇത് കുലിക്കാൻ പാടില്ല കേട്ടോ, കുലിഞ്ഞു. അപ്പം ഈ കസേര എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പ്രശ്നം ഇത് തടി കസേര ആയതുകൊണ്ട് നല്ല വേദനയും കട്ടിൽ വേദനയൊക്കെ വരും. പിന്നെ ഇവിടെ തുണിയൊക്കെ കെട്ടി വെച്ച് ബാക്കിൽ ടവലൊക്കെ ഇട്ട് തലങ്ങനെയൊക്കെ എടുത്ത് ചേട്ടൻ ഇരിക്കുന്നത് എനിക്ക് ഇതിൻ്റെ അത് ലോങ് ടൈമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം റൂം ഒന്ന് ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഇങ്ങനെ കുറേ നാളായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെയർ അങ്ങ് അപ്ഗ്രേഡ് ചെയ്തു ഗൈസ്. അപ്പം നമ്മൾ ഈ ബോക്സ് എന്ത് ചെയ്യും? ഈ ബോക്സിനകത്ത് കയറി ഇരിക്കാൻ പറ്റുമോ? കയറിയതല്ലോ. ഓക്കെ ഗൈസ്, ഞാൻ പോകുന്നത് ഗൈസ്, ഞാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമല്ലേ? അത് എഴുതിപ്പിക്കണ പെട്ടു പോയടാ എൻ്റെ അകത്ത്. അത് എഴുതിപ്പിക്കോ? ഞാൻ ഇരുന്ന് കറങ്ങുന്നത് ഒരാവേശത്തിന് കയറുകയും ചെയ്ത്. അമ്മേ ഗൈസ്, അപ്പൊ ഇതെല്ലാം ഞാൻ ഒന്ന് പറക്കി ഒതുക്കിയിട്ട് സാധനം അസംബിൾ ചെയ്യാം. എനിക്കൊരു കൊന്ത് പറഞ്ഞൂടാ ഗൈസ് ഈ സാമ്പാരം വേസ്റ്റ് ആൻഡ് വ്യൂ. അപ്പൊ നമുക്ക് ഇത് അസംബിൾ ചെയ്യാം ഗൈസ്. എങ്ങനെ ഇത് അസംബിൾ ചെയ്യാന്ന് ചോദിച്ചാൽ, ഷീൽഡ് ഇതെടുത്ത് ഇങ്ങനെ വെക്കുക, എന്നിട്ട് നമ്മുടെ വീലൊക്കെ എടുക്കുക. ഇത് വായിച്ചു നോക്കുമ്പോൾ ആദ്യം നമ്മൾ വീല് കണക്ട് ചെയ്യുക. വീല് കണക്ട് ചെയ്യുന്ന സിമ്പിളാണ്, അത് ഭയങ്കര സിമ്പിളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഇങ്ങനെ ചുമ്മാ വെച്ചാൽ മതിയോ? അപ്പൊ ഗൈസ് ഇത് ഇങ്ങനെ ചുമ്മാ കയറ്റി വെച്ചാൽ മതി ഗൈസ് എന്നാണ് ഞങ്ങളുടെ നിഗമനം. ചെയ്യുമനെ ഇത് ശരിക്കുന്നില്ലല്ലോ. അപ്പൊ ഗൈസ്, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോ കുറെ നേരത്തെ പരിശ്രമം കൊണ്ട് തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തു, വീല് സെറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ വീലിങ്ങനെ ഒന്ന് കറങ്ങും. അമ്മീ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ദിസ് ഈസ് ഗ്യാസ് ലിഫ്റ്റ്. ഇതതിൻ്റെ കവർ, ഇതൊക്കെ ഫിറ്റ് ചെയ്യണം. ഇത് ഫിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ രസം. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യും അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ബോക്സൊക്കെ ഇരിപ്പുണ്ട്, അതായത് നമ്മുടെ ക്യാമറമാന് നിൽക്കാൻ പറ്റുന്നില്ലെന്നാണ് തോന്നി, എല്ലാം കേൾക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതെന്തുവാ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ എടുത്ത് എന്നിട്ട് ലോക്കോ ആർക്കറിയാം. സെറ്റായി, അതവിടെ ഇരുന്നു. ഇത്ര ഉള്ളായിരിക്കും. അത് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ സ്ഥലത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് കവർ. ഇതിൻ്റെ കവർ എങ്ങനെയായിരുന്നു? ഇങ്ങനെയാണ് കവറും സെറ്റ് ചെയ്തു. ഇനി അടുത്തത് അപ്പോഴത്തേക്ക് എന്തായി, ബേസ് റെഡിയായി.
ചെയറിൻ്റെ ബേസ് റെഡിയായി. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് സ്ക്രൂ സെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇത് സെറ്റ് ചെയ്യണം. അപ്പം സീറ്റിൻ്റെ സ്ക്രൂ എല്ലാം നമുക്ക് അഴിക്കണം. ഇരിക്കുന്നത് സെറ്റായി, ബേസ് സെറ്റായി. ഇനി നമുക്ക് വേണ്ടുന്നത് ചാരുന്നതാണ്. അതെന്ന് പറയുന്നത് ഇതെന്തിരി വാഷറാ? അതിൻ്റെയാ? സൂപ്പർ. വാഷർ ഇടാതെ ടൈറ്റ് ചെയ്ത് വെച്ച് എനക്കൊന്നും പറഞ്ഞൂടായിരുന്നു. ഇത് സ്ട്രോങ് അല്ലേ? ഇവിടെ വാഷർ ഇല്ലായിരുന്നല്ലേ? പിന്നെ ഇവിടെ എന്താണ് ഇത്രയും വലിയ വാഷർ? അപ്പൊ ഗൈസ് ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക് റെസ്റ്റർ വേണ്ടേ? അപ്പം അതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അത് ഇതെല്ലാം എടുത്ത് ഇവിടെ മണ്ടയ്ക്ക് വെക്കണം. നമ്മളിത് കസേര എടുത്തു, കസേരയുടെ മണ്ടയ്ക്ക് വെച്ചു. എന്നിട്ട് ഈ സാധനം എടുക്കുന്നു. ഇത് പൊട്ടിക്കണമല്ലോ. ഏതാ ഇതിപ്പം പൊട്ടിക്കാൻ വലിച്ചൂരി എടുക്കാൻ പറ്റാത്തതല്ല, എനിക്ക് വയ്യ, മടി. ഞാൻ പിന്നെ എന്തിനാ ഈ ബ്ലേഡ് വെച്ച് മേടിച്ച് വെച്ചേക്കില്ലേ വലിച്ചൂരി എടുക്കാൻ. ഓ വാവ് 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 വാവ്, ലുക്കിംഗ് ലൈക്ക് എ വാവ്. അപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതല്ല ചേട്ടാ, ഇത് സോറി, ഇത് നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കും. ഇതാണ് നമ്മുടെ സുന. ഓ എല്ലാം ഉണ്ട്. ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഹൈറ്റ് ഉള്ള വേണം. ഞങ്ങളിത് സെറ്റ് ചെയ്യാം. ഈ സ്ക്രൂ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അത് കാണിക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ക്യാമറമാൻ്റെ ആവശ്യമുണ്ട്. സോ ഞങ്ങളിത് സെറ്റ് ചെയ്തിട്ട് വരാവേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആംബ്രസ്റ്റർ സെറ്റ് ചെയ്തു. പക്ഷേ ആംബ്രസ്റ്ററിൽ നിന്ന് ബാക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്തുവാ? ആംബ്രസ്റ്റർ. അത് സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ. സ്റ്റൂളെന്ന് അതിൻ്റെ വീട് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. സാധനം എന്തെന്ന് വെച്ചാൽ അതെ, ഇതാണ് സംഭവം. സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ ആംബ്രസ്റ്റർ ടൈറ്റ് ചെയ്തു. ആംബ്രസ്റ്റർ ടൈറ്റ് ചെയ്തില്ല, ഇത് ടൈറ്റ് ചെയ്തു. ക്യാമറമാൻ ജിമോൻ അവൻ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയുണ്ട് പരിപാടി. ഇനി ഇത് നമ്മളെ ബേസ് വീലിലോട്ട് സെറ്റ് ചെയ്യണം. അതോടെ കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഇത് പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ അറ്റം വെച്ചിട്ട് ഞാൻ വെച്ച് ഇങ്ങനെ പ്ലാസ്റ്റിക് കീറിക്കളയാന്ന് വെച്ചു. നമ്മുടെ മലയാളികൾക്കുള്ളതാണല്ലോ പുതിയ കാറോ പുതിയ വണ്ടിയോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സാധനം മേടിച്ചാലും എൻ്റെ പ്ലാസ്റ്റിക് കവർ കീറക്കത്തില്ല. കാരണം അത് കേടായി പോവുകയോ, പ്ലാസ്റ്റിക് കവർ കീറിക്കൂടാ. ഇത് ഞാൻ കീറും. അല്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല. ഇതിങ്ങനെ ഇരിക്കുന്നിട്ട് ഇത്രയും കീറിയല്ലോ, വേണ്ട. ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടിയിൽ പൊടി അടിക്കാതിരിക്കാൻ ഈ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ നിർത്തും. അത് മുകളിൽ ഇത് ഒരു ജോയിൻ്റ് വെച്ചിട്ട് കീറിക്കളയും.
അപ്പൊ ഗൈസ് മൈക്കൊക്കെ ഓണാണല്ലോ അല്ലേ? ആ വേണ്ടേ, നമ്മൾ തെറ്റ് ചെയ്തിട്ട് ഇതിന് പല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കണ്ടോ. അപ്പൊ ഇത്ര ഹൈറ്റ് ഒക്കെ ഉണ്ട്, പയ്യെ താഴപ്പ കണ്ട ഭംഗി. നമ്മളങ്ങനെ ചെയർ അസംബിൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. വർത്ത്, പൈസക്ക് വർത്താണ് ഇത്. പക്ഷെ ബാക്കിലൊക്കെ ഉണ്ട്, ബാക്കിലൊക്കെ നമുക്ക് എല്ലാ കോഴ്സ് ഉണ്ടെന്ന് ഇതുണ്ട്. ഇത് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം. കൂടിയൊക്കെ ഇതിങ്ങനെ ലൂസാക്കി ഇങ്ങനെ ഇത് ഫ്രണ്ടിലോട്ടാവും ഇത്. അപ്പം നമ്മുടെ ബാക്ക് നല്ല ഇതായിരിക്കും. നെക്കിനും താണ്ടേ ഈ സ്വിച്ചൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ മേപ്പോട്ട് പൊക്കി എന്നിലോക്കി ഹെഡ് കണ്ട ഇതിങ്ങനെ വെക്കാം. ഇത് എനിക്ക് 360 ആണില്ല. ഇത് നമ്മുടെ നെക്കിനൊക്കെ നല്ല പ്രൊട്ടക്ഷൻ ആയിട്ടിരിക്കും. ഇവിടെയും ഉണ്ട്, ഇതും ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മുടെ ചെയർ സെറ്റാണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്. ഇനിയും ഇതേപോലെ പുതിയ പുതിയ കണ്ടന്റുകളൊക്കെ വരുന്നതായിരിക്കും. ഞാനെപ്പറ്റി റൂമൊക്കെ നല്ല വൃത്തിക്ക് പണിയാനായിട്ട് മീൻസ് ഒരു അപ്ഗ്രേഡേഷൻ ഞാൻ ഇങ്ങനെ സ്റ്റുഡിയോ മോഡിലൊക്കെ ആലോചിച്ച് വെച്ചായിരുന്നു. പക്ഷേ ഫണ്ടിന് ചെറിയ ചെറിയ ഷോർട്ടേജുകൾ കാരണം ഞാനത് കുറച്ച് മാറ്റി വെച്ചിട്ട് ചെറിയ അപ്ഗ്രേഡേഷൻ ചെയർ മേടിച്ചു. ഇനി അത് എനിക്ക് ഇവിടെ നിന്ന് ഒരു സ്റ്റിക്കറൊക്കെ അടിച്ച് ഇവിടെ നിന്ന് ഇതുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊള്ളത്തില്ല, കാരണം വ്ളോഗ് ചെയ്യുമ്പോഴായാലും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര മോശമാണ്. സോ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു പെയിന്റ് ഒക്കെ അടിച്ച് ജസ്റ്റ് ഡിസൈൻസ് ഒക്കെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ആലോചനയിലാണ് ഞാൻ സ്വന്തമായിട്ട് പൈസ ചെലവില്ലാതെ ചെയ്യുക. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ കറയി കളയും. കസേര വന്നിട്ട് എങ്ങനെ കറയി കളയും.